അപ്പൊ അത് സംഭവം ഒരു ഇതാവണ്ട വിചാരിച്ചിട്ട് കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് കയ്യിൽ നിന്ന് പോയ സംഭവം. ഹാറ്റ്സ് ഓഫ് ടു യു. എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നുണ്ട്. എന്റെ ക്യാൻസർ 2019 വന്നത്. ഈ പറഞ്ഞ പോലെ മോളിൽ നിന്ന് വിസയും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. മോളിലേക്കാണോ താഴേക്കാണോ എന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുക. ആ ചിരിക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒരു ഓർഗാൻ പോലും അവർ ബാക്കി വെച്ചിട്ടില്ല. ബ്രസ്റ്റ്, ബോണ്, ലിംഫനോഡ്സ് ഇപ്രാവശ്യം പോയപ്പോഴും ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും ക്യാൻസർ ആവാൻ സാധ്യതയില്ല. അപ്പൊ ആ ഒരു ഉറപ്പിന്റെ പൊക്കത്ത് ഞാനൊരു 8 മാസത്തോളം പോയി. ആ ഒരു ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പറയുകയും ചെയ്യും, അവിടെ ഒരാൾക്ക് ക്യാൻസർ വന്നിട്ട് ആളാകെ ക്ഷീണിച്ച് എല്ലും തോലും ആയല്ലോ, ഇയാളെന്തെങ്ങനെ സിമ്പതി കിട്ടാനാണോ ശരിക്കും ക്യാൻസർ ഉണ്ടോ? എനിക്ക് സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കരുത്. കാരണം ഞാൻ അത്രയും പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. അപ്പൊ എനിക്ക് 2 പെൺകുട്ടികളാ വിളിച്ചു കൂവി നടന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കല്യാണമൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇത് പഴയ കാലം അല്ലേ? നമ്മളങ്ങനെ സെൽഫിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ മലയാളത്തിൽ പോലും സംസാരിക്കാൻ അടുത്താരും ഇല്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്താണ് നന്ദു എന്നെ കണക്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ എത്തൂട്ടാന്ന്. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന നന്ദു മരിച്ചു. ക്യാൻസർ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ തകർന്നു പോണ ഒരു സിറ്റുവേഷൻ അതാണ്. ക്യാൻസർ എന്ന മഹാരോഗത്തെ ചിരിച്ചുകൊണ്ടും അതുപോലെ വാചകമടിച്ചും തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്മി ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ തോൽപ്പിക്കുന്നത് വാചകവടി എന്ന് പറയുന്നതേ പൃഥ്വിരാജിൻ്റെ ഒപ്പമുള്ളൊരു വീഡിയോ അത് ഭയങ്കരമായിട്ടും വൈറലായിരുന്നു. ഞാനൊക്കെ കിടുങ്ങിപ്പോയി അവർ ഒറ്റ ഡയലോഗിൽ. എങ്ങനെ ആ ഒരു ഇൻസിഡന്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അവരുടെ ആ ഒരു പ്രോഗ്രാം ആക്ച്വലി ആടുജീവിതം എന്ന് പറഞ്ഞ ഒരു മൂവി റിലേറ്റഡ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അതിജീവിച്ച ഒരു കുറച്ച് പേരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മൊമെന്റോ അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു അത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കൂടാതെ കുറച്ച് പേരോടെ ഉണ്ടായിരുന്നു. ദ ഡിഫറൻസ് ഈസ് അവരൊക്കെ അതിജീവിച്ച് സേഫ് സോണിൽ നിൽക്കുകയാണ്. ഞാനാണ് ഈ പറഞ്ഞ പോലെ മോളിൽ നിന്ന് വീഴുകയും ചെയ്ത് താഴെ എത്തിയിട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിനു വേണ്ടി വിളിച്ചതായിരുന്നു അവര്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇത്. അപ്പോൾ എനിക്കിങ്ങനെ ലൈക്ക് ഒത്തിരി പേരും ഉണ്ട്. അപ്പൊ അത് സംഭവം ഒരു ഇതാവണ്ട വിചാരിച്ചിട്ട് കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് കയ്യിൽ നിന്ന് പോയ സംഭവം. പക്ഷേ ഉണ്ടല്ലോ, പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു നമ്മുടെ ലൈഫിൽ നടക്കുന്ന നമ്മളെല്ലാം ഡൗൺ ആയി പോകുന്ന അസുഖങ്ങൾ വരും. നമ്മളെപ്പോഴും പറയുന്നത് എന്നാണെന്നറിയോ? പണം ഉണ്ടായിരിക്കുക എന്നല്ല, ആരോഗ്യം ഉണ്ടായിരിക്കുക, നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കുക. കാരണം ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതിലൂടെ. വെച്ചാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കൊക്കെ അവരെയും അത് ബാധിക്കും. അസുഖം നമ്മളെ ബാധിക്കുന്നതിൻ്റെ ഒപ്പം അസുഖത്തിൻ്റെ എല്ലാ ആഫ്റ്റർ എഫക്റ്റ് അവർക്കാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിതം ഭയങ്കര, അത് ഒരു പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും ആ ചിരിക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. സ്ട്രെയിൻ ഒരുപാടുണ്ട്, അതിപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ മേ ബി ഞാൻ പറയണത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. എനിക്കത് കാണിക്കാൻ അറിയില്ല. അതെൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ്. എന്താ അറിയില്ല, അതെനിക്കിപ്പോൾ ഒരു സങ്കടം വന്നാലും ഇത് വന്നാലും എനിക്ക് ചിരിച്ചുകൊണ്ട് പറയാനേ അറിയുള്ളൂ. ദേഷ്യമാണ് വെച്ചാലും ഞാൻ പരമാവധി ചിരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ പറയുള്ളൂ. ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി കഴിഞ്ഞ് പിന്നെ കയ്യിൽ നിന്ന് പോകും. അതേപോലെ അപ്പോൾ എനിക്കിങ്ങനെ മറ്റുള്ളവർ എന്താ അറിയില്ല. ഇപ്പോൾ എങ്ങനെയാ വെച്ചാലും ഞാനത് അസുഖത്തെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ റെഗുലർ നഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് ഇതാക്കി കഴിയുമ്പോൾ അവർ ചോദിക്കും, പേഷ്യൻറ്റിനെ വിളിക്കുമോ പറയും. ഞാൻ പറയും ഞാനാണ്. തമാശ കാണിക്കാതെ പേഷ്യൻറ്റിനെ വിളിക്കും. ഞാൻ പറയും ഞാൻ തന്നെയാണ്, കുത്തിക്കോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്. കാരണം എന്താണ് അതൊരു എപ്പോഴാണെങ്കിലും അത് ഈ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സംഭവം ചിരിയിലൂടെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. വരും കേട്ടോ, കരച്ചിൽ വരും, വളരെ കുറച്ച്. അതായത് ഈ രാത്രിയൊക്കെ ചില സമയം നമ്മളിങ്ങനെ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പെയിനൊക്കെ അധികമായി കഴിഞ്ഞാൽ കരച്ചിൽ വരും. പിന്നെ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അത് വളരെ കുറച്ചുള്ള ഒരു 5-ൽ താഴെ ആൾക്കാരേ ഉള്ളൂ. അപ്പം അതിൽ എൻ്റെ ഡോക്ടർ, അങ്ങനെ ഹസ്ബൻഡ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ ഒരു ഇത് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് അത് ഇതായി പോകും. പക്ഷെ അല്ലാണ്ട് എനിക്ക് കരച്ചിൽ വരില്ല. അതൊരു പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. അതിൽ നല്ല രീതിയിൽ എനിക്ക് നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. കാരണം ചിലപ്പോൾ ചിലർ പറയും അത് പോസിറ്റീവ് ഇല്ല, എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടാറുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ. കാരണം പലർക്കും എൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇപ്പം ഞാനത് പറയുമ്പോൾ എനിക്ക് വയ്യ ഇതാണെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ എനിക്കത് കാണിക്കാൻ അറിയാത്ത കാരണം അവർക്ക് എൻ്റെ ഒരു എക്സ്ട്രീമിറ്റിയിലേക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. ഞാൻ ഓഫീസിലാണെന്ന് വെച്ചാലും അങ്ങനെ വയ്യ എന്ന് പറഞ്ഞാൽ അവർ അത് ശരിയായിക്കോളും എന്നുള്ള രീതിയിൽ ലാസ്റ്റ് മിനിറ്റിൽ തലയിറങ്ങി വീഴുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുള്ളൂ. അത്രയും
പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ പക്ഷെ എനിക്കിത് ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല, അത് അറിയില്ല. ഒരു പ്രശ്നമാണ്. ചേച്ചി എന്നാ കണ്ട വീഡിയോ ഞാനടക്കം കണ്ടിട്ട് ചേച്ചിനെ കുറേ തപ്പി ആളാരാന്ന്. എന്നിട്ട് ഞാൻ 1-2 PR-മാർക്ക് അയച്ചു കൊടുത്തു, ഈ ചേച്ചിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഒക്കെ നമ്മൾ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വേൾഡ് ക്യാൻസർ ഡേയിൽ ചേച്ചി വേൾഡ് മലയാളി സർക്കിളിൽ മുൻപത്തെ ആ തലമൊട്ട അടിച്ചതും ഇപ്പോഴത്തെ ഫോട്ടോ. അപ്പൊ ഞാൻ ദൈവം ഇതില്ലേ ഞാൻ നോക്കി നടന്ന ആള്. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. ആ സംസാരിച്ച സമയത്തും ചേച്ചി ആദ്യം ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് വേദനയാടാ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഈ അസുഖത്തിന്റെ ഒരു തീവ്രത ശരിക്കും അറിഞ്ഞൊരാളാണ് ഞാൻ. അതായത് വേദനയല്ല ഞാൻ അറിഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ അസുഖം വരുമ്പം കൂടെ നിൽക്കുന്നവരെ ബാധിക്കുന്നത്. കാരണം എൻ്റെ അച്ഛനായിരുന്നു ക്യാൻസർ വന്നത്. അദ്ദേഹത്തെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഞങ്ങൾ കരഞ്ഞാൽ അച്ഛൻ ഡൗൺ ആവും. അപ്പോൾ ഇപ്പം ചേച്ചിയുടെ ഒപ്പം മോള് വന്ന പോലെ എനിക്ക് അത് കണ്ടപ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇട്ടിട്ടില്ല, എപ്പോഴും കൂടെ കാണും. അത് അച്ഛനെ ഓഫീസിൽ കൊണ്ടുവിടാനാണ് പറഞ്ഞില്ല, കൊച്ചു പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുന്ന പോലെ രാവിലെ അച്ഛനെ കൊണ്ടുപോയി ഓഫീസിൽ വിട്ടിട്ട് അവിടെ നിന്ന് ഞാൻ കോളേജിൽ പോകും. തിരിച്ച് ഞാൻ കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ ഓഫീസിൽ വന്ന് അച്ഛനെ കൂട്ടി വീട്ടിൽ വരും. എനിക്ക് എപ്പോഴും എനിക്ക് ടെൻഷനാണ് എൻ്റെ അപ്പൻ. എനിക്ക് അത് കവിഞ്ഞിട്ട് എനിക്ക് എന്ത് ഉള്ളി ലോകത്ത് അച്ഛനെന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് പ്രതിഭാസം ആയിക്കോട്ടെ അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അവരനുഭവിക്കുന്ന നമ്മൾ കണ്ണിൽ കാണുന്ന ചേച്ചി വേദനയാണെന്ന് ഓരോ ദിവസം എന്നോട് പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര എന്താണ് എനിക്ക് ചേച്ചിയുടെ എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല. പക്ഷെ ചേച്ചി ഇപ്പൊ പോലും അങ്ങനെ വിടർന്ന് ചിരിച്ചാ നിൽക്കണം. ഇപ്പോഴും എന്നോട് രാവിലെ ടാബ്ലറ്റ് എടുത്തിട്ടല്ല എൻ്റെ അടുത്ത്, പെയിൻ കില്ലർ എടുത്തിട്ടാണ്. ഇപ്പൊ എങ്ങനെയാണ് ചേച്ചി, എന്താണ് ഈ ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? സെയിം ആണ്. ഞാൻ ആ വീഡിയോ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സ്പ്രെഡ് ആയിട്ടുണ്ട്. പിന്നെ ഹാർഡ്ലി 1 year ആയിട്ടേ ഉള്ളൂ ട്രീറ്റ്മെന്റിൽ. അപ്പൊ ഈ ബോണിനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഇങ്ങനെ പ്രശ്നമാണ്. അതായത് ഒരു ഒരു ചെറിയ എവിടെയെങ്കിലും ഇപ്പൊ വിരൽത്തുമ്പ് പൊട്ടിയെ പോലെ ഇങ്ങനെ ചീട്ടോട്ടാരം പോലെ ഇങ്ങനെ പൊട്ടി ബോണാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പൊ പെയിൻ വന്നാൽ പോലും പാലിയേറ്റീവ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലൊന്നും ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. കാരണം നമ്മൾ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒരു മെൻ്റലി ഡിപ്രഷനായിപ്പോൾ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റഡ് വാർഡ്സും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അപ്പം അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ മെൻ്റലി അവർ ഒറ്റപ്പെട്ട് പോകാനുള്ളൂ. അപ്പോൾ പരമാവധി ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കും. പിന്നെ കംപ്ലീറ്റ് ബോധം പോയി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകും. അപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ. അവിടെ പോയാലും പാലിയേറ്റീവ് മെഡിസിൻസ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് പെയിൻ കില്ലറും സെഡക്റ്റീവും ഒക്കെ കയറ്റി നമുക്ക് രാത്രി ഏതാ പകലേതാന്ന് അറിയാണ്ട് ഇങ്ങനെ ഒരുമാതിരി ഉറക്കമില്ലായ്മയ്ക്ക് ഇടയിലുള്ളൊരവസ്ഥ ഉണ്ടല്ലോ. എന്നാൽ ഓർമ്മയില്ല അങ്ങനെ ഒരു ഇതിൽ കൂടെയാണ് പോണത്. അപ്പോൾ എനിക്കത് മെൻ്റലി എനിക്കത് പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് അവിടെ പോയാലും ബോധം വീണവരുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറിനെ പറഞ്ഞെടുക്കുക, എന്നെ പറഞ്ഞുവിടുക. കാരണം അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് കയറി പോരാൻ പറ്റില്ല എന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം നമ്മുടെ ഹോസ്പിറ്റൽ അന്തരീക്ഷം ആകുമ്പോൾ ഞാൻ മെൻ്റലി വിട്ടുപോകും. എനിക്ക് മെൻ്റലി എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫിസിക്കലിയും പോയി പോകും. മെൻ്റലി ഞാൻ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പെയിൻ ഉണ്ടെങ്കിലും ഞാൻ എണ്ണീറ്റ് നടക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അത് ഞാനൊന്ന് മെൻ്റലി ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാറില്ല. കാരണം അവിടെയാണെങ്കിൽ എനിക്കറിയാമല്ലോ അടുത്ത ഇത് പാലിയേറ്റീവ് ആണ്, കൈൻഡ് ഓഫ് എനിക്കൊരു മോർഫിൻ പോലത്തെ മെഡിസിൻസ് ഒക്കെയാണ്. അപ്പം ആ ഒരു ബോധവും നമുക്കുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ ഇതായിട്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക പരമാവധി ഇങ്ങനെ അവസ്ഥ അതൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഇപ്രാവശ്യം പോയപ്പോഴും ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് പോണോടത്തോളം ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത് ശരണ്യ വിളിച്ചത് കൊണ്ട് ആ ഒരു എന്താ പറയുന്നത് അത് ഞാൻ ചോദിച്ചില്ല. രാവിലെ മെഡിസിൻസ് ഒക്കെ എടുക്കട്ടെ. കാരണം ഞാൻ 3 നേരം വെച്ചിപ്പോൾ പെയിൻ ഉള്ള കാരണം ഈ പെയിൻ കില്ലർ ഹൈഡോസ് പെയിൻ കില്ലർ കഴിക്കണം. അപ്പോൾ രാവിലത്തെ കഴിക്കുമ്പോൾ ഉച്ചവരെ ഉറങ്ങിപ്പോവും, ഉച്ചയ്ക്കത്തെ കഴിക്കുമ്പോൾ വൈകുന്നേരം വരെ ഉറങ്ങിപ്പോവും. അങ്ങനെ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോകുമ്പോഴും ഈ പെയിൻ ഇങ്ങനെ സപ്രസ്ഡ് ആവുകയാണ്, അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നടക്കില്ല. അപ്പം ആ ഒരു കണ്ടീഷൻ തന്നെയാണ്, വേറെ മാറ്റമൊന്നുമില്ല. ചേച്ചി ശരിക്കും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തോണ്ടിരിക്കും. നമ്മളവിടെ സെറ്റിൽഡ് ആയിരുന്നു. ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിട്ട് ഹാർഡ്ലി ഒരു 5 years ആവണതേ ഉള്ളൂ. ചേച്ചി മാഹിക്കാരിയാണ് അല്ലേ? മാഹിക്കാരി. ചേച്ചിയുടെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ചേച്ചിയുടെ മാഹി അതെന്താ പറയുക, അതൊരു പറയില്ലേ, അതിൻ്റെ ഒരു വികാരമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. മാഹി എനിക്കൊരു വീക്ക്നെസ് ആണ് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഞാൻ അത്യാവശ്യം കഥയും കവിതയും ഒക്കെ എഴുതുന്ന കൂട്ടത്തിൽ. അപ്പം എന്നെ ഒരു കവിയത്രിയാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്ക് മാഹി
കാരണം ഇപ്പോഴും അതെ, എനിക്ക് എന്താ പറയുക, ഞാനൊരു വേദന എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ ഏച്ചി ഉണ്ട് അവിടെ. അപ്പോൾ ഏച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറയാം, ആച്ചിയമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ആച്ചിയമ്മ എനിക്കൊന്ന് വരണം, എനിക്ക് നമ്മുടെ ഫുഡ്, ഞാൻ ബേസിക്കലി ഒരു ഫുഡ് കൂടി, അപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി, നമ്മുടെ കല്ലുമ്മക്ക നിറച്ചത്, പിന്നെന്താ മയ്യഴി പുഴ, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബാല്യത്തിൽ നമ്മുടെ ബ്രെയിനിൽ കോഡ് ചെയ്ത് പോയ കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വല്ലാത്ത, ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞാൽ ആദ്യം പറയാൻ ഞാൻ മാഹി തന്നെയാണ്. എൻ്റെ തറവാടും അതും നമ്മുടെ ചൈൽഡ്ഹുഡ് അവിടെയായിരുന്നല്ലോ, നമ്മുടെ ബേസ് അവിടെയാണ്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ, ഞാൻ പറയും, ഞാൻ ബാംഗ്ലൂർ അത് കഴിഞ്ഞു, എൻ്റെ കല്യാണം 17ാമത്തെ വയസ്സിൽ കഴിഞ്ഞതാ. എന്നുവെച്ചാല് അവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു 12 വയസ്സ് ആ സമയമല്ലേ. അപ്പൊ ഒരു 12 വയസ്സ് കഴിയുമ്പോഴേക്കും കല്യാണം തുടങ്ങും, കഴിക്കും 16 വയസ്സ്. അപ്പോൾ എനിക്കൊരു 16 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ അമ്മ, പുള്ളിക്കാരുടെ പേര് എനിക്ക് ഇട്ടിരിക്കുന്നത് ലക്ഷ്മി പറഞ്ഞിട്ട്, അച്ഛൻ പറയോ, അയ്യോ എൻ്റെ അവൾക്ക് ഇനി തീയനെ കിട്ടില്ലേ പറഞ്ഞിട്ട്. വെച്ചാൽ 16 വയസ്സായിട്ടുള്ളൂ. അപ്പോഴേക്കും അവരുടെ വിചാരം ഏജിലാണ്. അപ്പം ഞാൻ തന്നെ പഠിച്ചു, ശരി എൻ്റെ കല്യാണം നടക്കില്ലേ. അങ്ങനെ 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിയണേ. അപ്പോൾ പക്ഷേ എന്നാലും നമ്മൾ ബാംഗ്ലൂർ പോയാലും ഈ പറയില്ലേ, സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറിച്ചു മാറ്റി നടപ്പെടുന്ന അവസ്ഥയാണ് അല്ലേ നമ്മുടെ പാരൻസിൻ്റെ കൂടെ നിന്നിട്ട്. പക്ഷെ ഞാൻ എത്രയൊക്കെ ആയാലും എവിടെയും വേരുറക്കാത്തൊരു ഇതാ എനിക്ക്. എൻ്റെ ആ ഒരു ഇത് മാഹി തന്നെയാണ്. അപ്പോൾ ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് പറഞ്ഞാലും മുകുന്ദൻ്റെ മയ്യഴിപ്പുഴ, അങ്ങനെ അതിങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ പറയുള്ളൂ. ഞാൻ പ്രൗഡ്ലി ഞാൻ പറയണത് ഞാനൊരു മാഹിക്കാരിയാണ്, വടക്കേ മലബാറാണ് എന്നെനിക്ക്, ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ലാസ്റ്റ് ഒരു 5 വർഷം മുമ്പ് വരെ സെറ്റിലായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ തലച്ചോറിലോട്ട് പോയിട്ടില്ല. എനിക്ക് അപ്പോഴൊക്കെ മാഹി, നമുക്ക് ആ നാട്, നമ്മുടെ നാട്, ആ പുഴയുടെ അടുത്ത് പോയിരുന്ന് അല്ലെങ്കിൽ ആ കടപ്പുറത്ത് പോവുക, അതൊക്കെ കടപ്പുറമൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ പഠിച്ചത് എറണാകുളത്ത്, എൻ്റെ അച്ഛൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഈ വെക്കേഷൻ നമ്മൾ കാത്തിരിക്കണതന്നെ ഈ ഇത് പോവാനും നമ്മുടെ കസിൻസ് ആയിട്ടുള്ളത്, അവിടുത്തെ ഫുഡും, എനിക്കൊരു അവിടുത്തെ ഫുഡൊക്കെ ഇപ്പോഴും ഞാൻ തെരഞ്ഞു പിടിച്ച് ഈ തലശ്ശേരി ബിരിയാണിയൊക്കെ തപ്പി നടക്കുന്ന ഒരു കൂട്ടത്തിൽ. ചേച്ചി ബാംഗ്ലൂർ നിൽക്കുമ്പോഴാണ് ഈ അസുഖം ഫസ്റ്റ്? ബാംഗ്ലൂർ വെച്ചായിരുന്നു അത് ഡയഗ്നോസ് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു തുടക്കം? കാരണം ഇപ്പം ഈ ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാനൊരു ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു ഗൾഫിലുള്ള ആരോ ഒരു വ്യക്തിയും, പുള്ളിയുടെ നാക്കിൽ എന്തോ ഒരു ഇതുപോലെ വന്നു. അപ്പോൾ പുണ്ണാണെന്ന്, വായ്പുണ്ണൊക്കെ പോലെ നാക്കിൽ പുണ്ണാണെന്ന് ഓർത്തു പുള്ളി ഒരാഴ്ച മെഡിസിൻ കഴിച്ചു, 2ാമത്തെ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ആരോ വിളിച്ചപ്പോൾ അമ്മ എങ്ങാണ്ട് പറഞ്ഞു, അമ്മാവൻ ഇതുപോലെ വായിൽ വന്നിട്ട് അത് ക്യാൻസർ ആണെന്ന് ഭാര്യയോട് പറഞ്ഞ്. അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്തിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്നതാ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എറണാകുളത്ത് വന്നു, അവർ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ പുള്ളി സ്റ്റേജ് 1 തന്നെ കണ്ടുപിടിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആ സ്റ്റേജ് 1 ആദ്യത്തെ ആഴ്ച തന്നെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിയുടെ നാക്കിലൊക്കെ ഇത് ചെയ്തപ്പോഴും സംസാരിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ എങ്ങനെയാണ്? കാരണം ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു വേഗതയും കൂടെ രോഗം കുറയാനുള്ള ഒരു സാധ്യത കുറെ കൂടെ കൂടുതലാണെന്ന് പറയുന്നത്. ചേച്ചിയുടെ എങ്ങനെയായിരുന്നു? എനിക്ക് പറ്റിയതും അതാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ ഇരുന്നിട്ടും എന്തിനിങ്ങനെ പുറത്തിറങ്ങി നടക്കണു, ഇൻ്റർവ്യൂസ് കൊടുക്കണു. പക്ഷെ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ചത് മറ്റൊരാൾക്ക് സംഭവിക്കരുത്. കാരണം ഞാൻ അത്രയും പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്, അതിൻ്റെ എക്സ്ട്രീമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ക്യാൻസർ വരുമ്പോൾ നമുക്ക് ആ ഒരു ഏകദേശം, എനിക്കൊന്ന് ശരണിക്ക് മനസ്സിലാവില്ല അച്ഛനുള്ളതുകൊണ്ട്, എൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം സ്പ്രെഡ് ആയിട്ടിരിക്കുക. എന്നാലും ആരെങ്കിലും വിളിക്കുക വെച്ചാൽ ഞാൻ എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റുന്ന വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കാനും എല്ലാത്തിനും പോകാറുണ്ട്. വെച്ചാൽ എനിക്ക് പറ്റിയത് അതാണ്. കാരണം ആദ്യമേ ഇത് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ വെറും ഒരു മുഴയായിരുന്നു അത്. ഞാനത് ഒരു 8 മാസം വെയിറ്റ് ചെയ്തു. അവിടെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണത്. അപ്പോൾ ഇങ്ങനൊരു മുഴ വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട്, ബാംഗ്ലൂർ വെച്ചൊരു ആക്സിഡൻ്റ് ആയിട്ട് അങ്ങനെ എന്തോ പറ്റി ചതഞ്ഞ്, എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിൻ്റെ അവിടെ ചതഞ്ഞിട്ട് അങ്ങനെ അവിടെ ഡെഡ് സെൽസ് വന്ന് അതങ്ങനെ ഇരുന്ന് മുഴയായപ്പോൾ ഞാൻ ഇടയ്ക്ക് പെയിനും ഇതൊക്കെ വരുമ്പോൾ ഞാൻ നമുക്കറിയില്ല, ഒരു എന്താ പറയുക, ഒരു ലംപോ ഇതോ വന്നാൽ ഓൺകോളജിസ്റ്റിനെ കാണിക്കണമെന്നൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല നമുക്കല്ല, ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ കേട്ടില്ലേ പറഞ്ഞ ഡെയിലി റുട്ടീനൊക്കെ വളരെ കറക്റ്റായിട്ട്, ഞാൻ എയറോബിക്സിനും ബേസിക്കിനും ഞാൻ കഥക്കിന് സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഒരു ഇതെടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വരില്ല എന്നൊരു ചിന്തയായിരുന്നു അത്. ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ആരും ഇല്ല. അപ്പോൾ ആ ലംബ് ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അത് കീപ്പ് ഓൺ ഇങ്ങനെ ടെസ്റ്റുകളും ഇതൊക്കെ പോയി അവർ സ്കാൻ ചെയ്ത് നോക്കി ഫൈബ്രോഡിനോമ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഫൈബ്രോഡിനോമ എന്താ വെച്ചാലും ഗൂഗിൾ തപ്പും. ഫൈബ്രോഡിനോമ എന്ന് പറഞ്ഞാൽ സേഫാണ്, നോൺ ക്യാൻസറസ് ട്യൂമറാണ്, അതൊരിക്കലും ക്യാൻസർ ആവാനുള്ള സാധ്യതയില്ല. അപ്പം ആ ഒരു ഉറപ്പിൻ്റെ പൊക്കത്ത് ഞാനൊരു 8 മാസത്തോളം പോയി.
ഈ 8 മാസത്തോളം മാറ്റി വെച്ചതാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പ്രശ്നമാവാൻ കാരണം ആദ്യമേ അത് എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സേഫ് സോൺ ആയിരുന്നു. പക്ഷേ അതെൻ്റെ കയ്യിലോട്ട് കയറി, അത് ലിംഫ് നോഡ്സിൽ കയറിയതുകൊണ്ടാണ്. അങ്ങനെ ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പോൾ ട്രാവൽ ചെയ്യുമല്ലോടാ, അപ്പോൾ അതാണ് പറ്റിപ്പോയത്. ഇല്ല ആദ്യമേ ഒരു സ്റ്റേജ് 1 ഇതാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ റീഓക്കറൻസ് പോലും വരില്ലായിരുന്നു. അത് നമ്മൾ എവിടെ എഫക്റ്റ് ചെയ്തു, ബ്രസ്റ്റിനാണിച്ചപ്പോൾ ഓർഗൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സേഫ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് പേര് 20-25 വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റിയത് ഞാനിത് ഇങ്ങനെ കീപ്പ് ഓൺ ഈ ഫൈബ്രോഡിനോമ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക തലവേദന ഇതൊക്കെ വന്നിരുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ ക്യാൻസർ എന്നൊന്നും ചിന്തിക്കുന്നേ ഇല്ല. റുട്ടീൻ തലവേദനയായിരിക്കും, ഇതായിരിക്കും, അങ്ങനെ മൈഗ്രെയിൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ അത് ബ്രെയിനിലേക്ക് എഫക്റ്റ് ചെയ്തു. അങ്ങനെ വളരെ ക്രിട്ടിക്കൽ ഒരു കണ്ടീഷൻ ആയിട്ടുണ്ടാവും എന്നുള്ള ഇതിലാണ്. ഓൾമോസ്റ്റ് ഒരു രാത്രി എനിക്ക് തോന്നുന്നു 11:30 മണിക്ക് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യൂ. കാരണം ആ ഒരു ക്രിട്ടിക്കൽ ഒരുപാട് എനിക്ക് തോന്നുന്നു 3rd സ്റ്റേജൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനവിടെ ശ്രീശങ്കര എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലായിരുന്നു. ടെസ്റ്റുകളൊക്കെ പോയി ഒരു 15 ദിവസത്തിനുള്ളിൽ സർജറി ഡിസൈഡ് ചെയ്തൊക്കെ വെച്ചതാണ്. പക്ഷേ ഒരു പിറ്റേ ദിവസം റിസൾട്ട് കിട്ടി ഒരു 8 മണിയായപ്പോഴേക്കും ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല ഇമ്മീഡിയറ്റ് അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ചെയ്യണം, നാളെ രാവിലെ തന്നെ സർജറി ചെയ്യണം. കാരണം കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതിൽ ഈ കൈ സർജറി ചെയ്തിട്ടതാണ്. അതിൽ 23 എടുത്തതിൽ 17 പോസിറ്റീവാണ് ലിംഫ് നോഡ്സ്. അപ്പോൾ ഈ കൈ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എയർലി ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ അസുഖം പോലെ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു സേഫ് സോണിലേക്ക് മാറാം. ഇല്ലെങ്കിലാണ് അത് ഈ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛനൊക്കെ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരനിൽ ക്യാൻസർ വന്ന് അത് രക്ഷപ്പെടില്ല എന്നൊക്കെ ഉള്ളൊരു സ്റ്റേജിൽ അതൊരു വർഷം 10-15 ബാക്കിലേക്കാണ് മനസ്സിലാവുന്നത്. അന്നൊന്നും ചികിത്സ ഇത്രയും കാരണം ആളുകൾക്ക് അവെയറല്ല, ചികിത്സ ഉണ്ട്, പക്ഷെ അത് എത്ര പേർക്ക് കൊടുക്കണം, ഏതളവിൽ കൊടുക്കണം എന്നൊന്നും അറിയാൻ മേലാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ ബാഗിൽ മാംഗോ ജ്യൂസ് കണ്ടപ്പം ഞാൻ അതാ ഓർത്തത്. ഞാൻ ആദ്യം അച്ഛനിങ്ങനെ വയ്യാണ്ടായി മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അന്ന് ബാഗിനകത്ത് നിറച്ചുകൊണ്ടായിരുന്ന സ്ലൈസ് അത് ആ ജ്യൂസാണ്. ഞാൻ അതൊക്കെ കണ്ടപ്പം എൻ്റെ മെമ്മറിയിൽ ഇതൊക്കെ റീകളക്റ്റ് ആയി വന്നു. അതായത് നമ്മളുടെ എല്ലാ പ്രതീക്ഷ എല്ലാ ആശുപത്രിയിൽ പോകുമ്പോഴും ഇത് കുറയും, കാരണം അവരങ്ങനെയാണല്ലോ നമ്മളോട് പറയുന്നത് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കുറയും. പക്ഷേ ഇപ്പോഴാണ് രോഗികളോട് കുറേ കൂടെ നിങ്ങളുടെ രോഗം ഇതാണെന്ന് പറയുന്നത്, ക്യാൻസർ രോഗികൾ. പണ്ട് ക്യാൻസർ രോഗികളോട് പറയില്ല അവരോട് നിങ്ങൾക്ക് ഇങ്ങനെയാണ്, പക്ഷെ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയും. എന്നെ സംബന്ധിച്ച് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് അമ്മയും ചേട്ടനുമാണ്, അവർക്ക് എല്ലാ കാര്യം അറിയാം. ഞാൻ പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അപ്പൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ ഭയങ്കര അച്ഛൻ മകളാണ്, അപ്പം ഇങ്ങനെ കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്കത് നാളെ കുറഞ്ഞു വരും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്റ്റേജ് 1 അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത്. ഇപ്പൊ ചേച്ചി ഇത് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്ലാസ് ചേച്ചി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ആളുകൾക്ക്, ഞാൻ കാണാറുണ്ട്. ഇതൊക്കെ ചേച്ചി അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത്. അതായത് വയ്യാണ്ട് കിടക്കുമ്പോഴും ഇങ്ങനെ ഇനി ഉണ്ടാവരുതെന്നുള്ളത്. ഇത് എത്രത്തോളം കുടുംബത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്? കുടുംബത്തില് ശരിക്കും പറഞ്ഞാൽ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ഞാൻ വേറെ ആരും നോക്കാറില്ല കേട്ടോ. ഞാൻ ഹസ്ബൻഡും മക്കളും അവർക്ക് ഓക്കെ ആണെങ്കിൽ, ഇപ്പൊ എനിക്ക് 2 പെൺകുട്ടികളാ, അപ്പൊ എന്നോട് അതും ആൾക്കാർ പറയും. കാരണം ഇങ്ങനെ നിങ്ങൾ വിളിച്ചു കൂവി നടന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടികളുടെ ഫ്യൂച്ചറെ ബാധിക്കും എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ളത് 2 പെൺകുട്ടികളല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കല്യാണമൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും ഇത് പഴയ കാലം അല്ലേ, നമ്മളങ്ങനെ സെൽഫിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പോൾ വരാനുള്ളത് വരും. ഇപ്പം എൻ്റെ ഫാമിലി ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് വന്നൊന്നും അല്ല, എന്നിട്ടും എനിക്ക് എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇത്രയും അനുഭവിച്ചു. അപ്പം നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം അത് എത്രമാത്രം. ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും നടന്നു വന്നല്ല, നീന്തി കയറി കഷ്ടപ്പെട്ട്. കാരണം ഈ കാണുന്ന ഞാനല്ല, ഒരുപാട് സഫർ ചെയ്ത് എൻ്റെ മെമ്മറിയൊക്കെ പോയി വളരെ ഒരു എന്താ പറയുക വേഴ്സ് കണ്ടീഷനിൽ നിന്ന് ഞാൻ തിരിച്ചു പിടിച്ചെടുത്തതാ, ഒരുപാട് കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ചത്. അപ്പം മറ്റുള്ളവർക്ക് അതൊരു ഇതാവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫാമിലിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുന്നത്. ഇപ്പം നമുക്ക് വേറെ ഒന്നും പറ്റില്ല, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവയർനെസ് ആണ്. അപ്പോൾ അത് ആ ഒരു അത് അവർക്ക് ഓക്കെയാണ്. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് ചെയ്യാനുണ്ടാവുമല്ലോടാ.
ചില എന്താ പറയുക പല രീതിയിലുള്ള ഇത് വരും, നമുക്ക് കമന്റ്സ് വരും. അങ്ങനെയാണ് ഈ നിങ്ങൾക്ക് എന്താ പറയണേ ഈ അവസ്ഥയിൽ റെസ്റ്റ് എടുത്തൂടെ, ഇല്ലെങ്കിൽ അങ്ങനെ വളരെ എന്താ പറയുക വേഴ്സ്റ്റ് ആയിട്ടും ഒക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് നന്ദു എന്ന് പറഞ്ഞ പയ്യൻ, നന്ദു മഹാദേവ. നന്ദുവിന്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ നന്ദുവിന്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, കാലിന്റെ വേദന കൊണ്ട് അമ്മയ്ക്ക് പേടി രാത്രിയിൽ ഉറങ്ങാം, കാരണം ഇവൻ കത്തിയെടുത്ത് നിന്ന് ഇവന്റെ കാലപ്പം മുറിക്കുമോ എന്ന്. അന്നേരപ്പോഴാണ് അവൻ ക്യാൻസറിനെ കാമുകിയായിട്ട് കാണുന്നതും പിന്നീട് ഇങ്ങനെ ആളുകളോട് ജീവിതം ഇവിടെ തീരുന്നില്ല, സ്ട്രഗ്ലിംഗ് ആണെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം ചേച്ചി ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നിരന്തരം പറയുകയും, കാരണം ഞാൻ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടിങ്ങനെ ഇരിക്കുന്നതിന് സത്യം പറഞ്ഞാൽ നന്ദു ആണ് എന്നെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരണേന്ന് പറയാം. നന്ദു പ്രഭു എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു പാലക്കാട്, ആള് പോയി, ഈ കഴിഞ്ഞിടയ്ക്ക് പോയി. അപ്പൊ ഈ നന്ദു പ്രഭു അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി. എനിക്ക് തോന്നുന്നു അതിന്റെ കീഴിൽ ഒരു 10,000 പേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇങ്ങനെ എന്താ പറഞ്ഞ ഒരു കുറെ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഇങ്ങനെ ആരോടും സംസാരിക്കാണ്ട് അങ്ങനെ വീട്ടിലടിച്ചുകൂടെ. എൻ്റെ മക്കൾ തന്നെ പറയും അമ്മയ്ക്ക് കീമോ മരുന്നിൻ്റെ കൂടെ വേറെ എന്തോ കലക്കി കൊടുത്തിട്ടുണ്ട്. കാരണം മുമ്പ് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറെ സംസാരിക്കാൻ തുടങ്ങി, ആര് വിളിച്ചാലും ഞാൻ അവരോട് കേൾക്കാൻ തുടങ്ങി. കാരണം എനിക്കറിയാം ആ ഒരു വ്യത്യാസം. ആ സമയത്ത് ആദ്യമായിട്ട് ക്യാൻസർ വന്നിരിക്കുക. ഇപ്പൊ ബാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും മലയാളത്തിൽ പോലും സംസാരിക്കാൻ അടുത്താരും ഇല്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്താണ് നന്ദു എന്നെ കണക്ട് ചെയ്യുന്നത്. നന്ദൂട്ടെ കണക്ട് ചെയ്ത് നന്ദൂട്ടനിലൂടെയാണ് ഞാനൊന്ന് എന്താ പുറത്തേക്ക് ഇതാക്കി തുടങ്ങിയത്. അപ്പോൾ പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറെ ചാരിറ്റി വർക്കും അത് ഇതും ലേഖ ചേച്ചിയും ഒക്കെ ഉള്ളതാണ്. ഇപ്പോഴും ലേഖ ചേച്ചിയായിട്ട് നല്ല കോണ്ടാക്ട്സ് ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ എനിക്കറിയാം, നന്ദൂട്ടൻ അവസാന സ്റ്റേജ് വന്നപ്പോൾ ആൾക്കൊരു 2% ഇതെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ തലേ ദിവസം വിളിച്ചപ്പോൾ എന്നോട് നന്ദു പറഞ്ഞു, ചേച്ചി ഞാനിന്ന് ബാംഗ്ലൂർക്ക് വരാം, എനിക്കിന്ന് പബ്ബിലൊക്കെ പോണോട്ടാ പറഞ്ഞു. അപ്പോൾ എൻ്റെ അറിവിൽ നന്ദുവിന് ഈ പറഞ്ഞ പോലെ ഇനി ചാൻസസ് 2% ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഞാൻ വന്നോളാം, ഞാൻ എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ എത്തൂട്ടാന്ന്. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന നന്ദു മരിച്ചു എന്നാണ്. കാരണം ആ അവസാന നിമിഷം വരെ നന്ദു പൊരുതി എന്നുള്ളതാണ്. ആ ഒരു നന്ദുവാണ് എന്നെയും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കേണ്ടത്, മനസ്സിലായി. അപ്പോൾ ഞാനും ഈ പറഞ്ഞ നന്ദുവിൻ്റെ കൂടെയാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. ആ നമ്മുടെ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, ആ ഒരു കേരള ക്യാൻസർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ഇങ്ങനെ അറിയാണ്. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഇതിൽ മാത്രം സെൽഫിഷായിട്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ അസുഖം നോക്കി എൻ്റെ കാര്യം നോക്കി എൻ്റെ ഫാമിലിയിൽ ചടഞ്ഞുകൂടി എനിക്ക് ജീവിക്കാം. പക്ഷേ അതല്ല, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും വെച്ചാൽ അങ്ങനെ അതുകൊണ്ട് മാത്രമായിട്ടോ ഞാനിങ്ങനെ പുറത്തിറങ്ങി സംസാരിക്കുന്നതും ഇതും. അതിൽ നന്ദു എന്നൊക്കെ പറഞ്ഞ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. നന്ദൂട്ടൻ, പ്രഭു. പക്ഷെ പ്രഭുവും ഒരുമാതിരി പോയി, പക്ഷെ ആള് 2ാമത് റീഓക്കറൻസ് വന്നു, ആള് പോയി. അങ്ങനെ കുറച്ച് പേര് ആ കൂട്ടത്തിലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതിൽ ഞങ്ങൾ കുറച്ച് ആരും മുൻനിരയിൽ നിന്നവരിൽ ബാക്കി കുറച്ച് പേര് ഇപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക്. ചേച്ചി നമ്മള് പൊരുതുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്, അസുഖത്തോട് പൊരുതുക. കാരണം ഇപ്പൊ ചേച്ചി അടക്കം ഇപ്പൊ പോലും ഇന്റർവ്യൂ കാണുമ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ടിരിക്കുന്ന ആളെ പോലെ അല്ല. ഇപ്പൊ ചിലപ്പോൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചത്തേച്ചെന്നിരിക്കണം, മനസ്സിലായോ? ഞാൻ ഡൗൺ ആയിട്ടായിരിക്കുന്നത്. നമ്മളൊരു എനർജി മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം നമ്മളുടെ എനർജി, പണ്ടൊക്കെ ഉള്ളവർ പറയും ഇങ്ങനെ നമ്മളൊരാളോട് സംസാരിക്കാൻ നമ്മുടെ എനർജി കൊടുക്കുമ്പോൾ നമ്മളാ തളരുന്നത്. പക്ഷെ നിങ്ങളൊക്കെ എത്ര എനർജി കൊടുത്തിട്ടും നിങ്ങൾ അതുപോലെ കീപ്പ് ചെയ്യുന്നുണ്ട് ആ എനർജി. അതൊരു വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടതൊക്കെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അസുഖമാണെന്നൊക്കെ എല്ലാവർക്കും പറയാൻ നാണക്കേടാ. ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ എന്തോ ആ വീട്ടിലെന്തോ മാറാ രോഗം വന്നിട്ട് ഒരു ഭയങ്കര ഒരു ഭ്രഷ്ടൊക്കെ കൽപ്പിച്ച ഫീലായിരുന്നു. പക്ഷെ ഇന്നൊക്കെ ആൾക്കാർ അത് കൃത്യമായി പറയുന്നുണ്ട്. കാരണം ആർക്കും വരാം, ഏത് അവസ്ഥയിൽ ഏത് കുഞ്ഞുങ്ങൾക്കും വരാം. ഇപ്പം ക്യാൻസർ വാർഡിലൊക്കെ പോയവരാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്ക് വരെയൊക്കെ ജനിച്ച് ഒരു എന്താ പറയുക ഒരു 5 ദിവസം 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഒരു എന്താ കണ്ണിനൊക്കെ എഫക്റ്റ് ചെയ്തൊക്കെ വന്നിട്ടൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാം വേദനയാണ്, അല്ലെങ്കിൽ എനിക്കൊരു പെയിൻ കില്ലർ തായോ, അവരെന്താ ചെയ്യാല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദിവസം ഒരു ക്യാൻസർ വാർഡിൽ ഒന്നും വേണ്ട, ഒരു ദിവസം ഒരു കീമോ വാർഡിൽ സ്പെൻഡ് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു അഹങ്കാരം, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കങ്ങ് പോയി കിട്ടും. ജീവിതം ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഇതിൽ. ചേച്ചി ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ കീമോ ചെയ്തപ്പോൾ അവർ നിരന്തരം ചെയ്തിട്ട് വണ്ണം വെച്ചിരുന്നത്. കാരണം കീമോയ്ക്കൊക്കെ ഇത്ര അളവുകളൊക്കെ ഉണ്ട്. അതും ചേച്ചിയുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ചേച്ചിക്ക് പറ്റില്ല. ഇല്ല, അത് എൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെയായിരുന്നു. കാരണം നമുക്കിവിടെ കേരളത്തിലൊക്കെ ഒരു 21 ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കും.
അപ്പോൾ ബോഡി പിക്കപ്പ് എടുക്കാനാണ്. എനിക്ക് അവിടെ ഒരു 16 കീമോ ഉണ്ടായിരുന്നു. അതിൽ 4 നോർമൽ തന്നു, ബാക്കിയുള്ളത് അവരിങ്ങനെ വീക്കിലി തന്നു. അപ്പോൾ ഈ വീക്കിലി ഒരു നെക്സ്റ്റ് വീക്ക് നമുക്ക് കീമോ ചെയ്യണമല്ലോ. അപ്പോൾ ബോഡി പിക്കപ്പായി എടുക്കില്ല, സമയമില്ല, ഡ്യൂറേഷൻ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീരോയിഡ്സ് കുത്തിയിടും. അങ്ങനെ സ്റ്റീരോയിഡ്സ് കുത്തിയിട്ടിട്ട് എനിക്ക് ഉണ്ടായിരിക്കുന്ന പല സൈഡ് എഫക്ട്സ് ഉണ്ട്. എനിക്കുണ്ടായ സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ ഒന്ന് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കീമോ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് പോയിട്ട് എൻ്റെ ബ്രെയിനിലാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മെമ്മറി ഒരുമാതിരി അടിച്ചു പോയി, കംപ്ലീറ്റ് പോയി. പിന്നെ അത് പതിയെ അത് വരും, തിരിച്ചു വരും. പക്ഷെ നമുക്ക് ആ പഴയ പോലത്തെ ആ ഒരു എനിക്കിപ്പോഴും എന്താ പറയുന്നത് കണ്ടിന്യൂസ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരാളായിട്ടൊന്ന് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഡെയിലി, നിനക്കറിയാലോ, ഈ ഗുഡ് മോർണിംഗും ഇതും അവർ വിചാരിക്കും. ഇപ്പം ഞാൻ ഷർണിയാണെങ്കിലും വിചാരിക്കും. പക്ഷെ അങ്ങനെയാണ് ഞാൻ അവരെ ഒന്നും ഓർത്ത് വെക്കണത്. കാരണം എനിക്കല്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ ചാറ്റ് നോക്കേണ്ടി വരും എങ്ങനെയാണ് അങ്ങനത്തെ. ഇപ്പോഴും ആ ചെറിയൊരു എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുക, പറന്നുപോയ കിളികളുടെ പകുതിയും തിരിച്ചു വന്നിട്ടില്ലേ പറയും. പക്ഷെ അത് അതിൻ്റെ ഒരു ഇതാണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന സൈഡ് എഫക്റ്റ് ആണ് ഇത് രണ്ടും ഇതിൽ വന്നിരിക്കുന്നത്. ചേച്ചി കീമോയിൽ മുടി പോയതായിരുന്നു അതോ മുട്ട അടിച്ചതായിരുന്നോ പിന്നീട് എങ്ങനെയാണ്? കാരണം പലവർക്കും സംശയങ്ങളുണ്ട് ഈ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് സൗന്ദര്യ സങ്കല്പമാണ് പല പ്രശ്നങ്ങളുടെയും. എനിക്ക് തോന്നുന്നു ഈ ക്യാൻസറിൻ്റെ ഏറ്റവും കൂടുതലൊരു ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ സൗന്ദര്യ സങ്കല്പമാണ്. മുടി കൊഴിയും, ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഇത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഭയങ്കര സൗന്ദര്യ കോൺഷ്യസ് ആണ്. ഇപ്പം ഞാൻ തന്നെയും ഒരിക്കലും ഇങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെ തലമുടിയൊക്കെ പോകുന്നു. അപ്പോൾ അച്ഛന് ഞാൻ പറഞ്ഞില്ല, ഞാനെല്ലാം ചെയ്ത് കൊടുക്കുന്നത് ഞാൻ. അപ്പം മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ചീവിപ്പം ഇങ്ങനെ കയ്യിൽ വന്നു. എൻ്റെ പൊന്നെ, ഞാൻ പിടിച്ചിട്ട് ഭയങ്കര കരച്ചില്ല. എനിക്ക് എന്നെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എനിക്ക് എന്നെ കാരണം അച്ഛന് നല്ല മുടിയൊക്കെ ഉള്ള ഒരാളാണ്. എന്നിട്ട് ഞാനത് ഉൾക്കൊണ്ട് സാരമില്ല, സുന്ദരനാണ്, മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ചേച്ചി അതിനെ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനെ എങ്ങനെയാണ്? പറഞ്ഞാലും ഞാനും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ്. കാരണം ബേസിക്കലി ഒരു ഡാൻസർ ആയതാണ് നമ്മൾ നമ്മുടെ ഫിഗർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ഇതേപോലെ എനിക്ക് അറിയായിരുന്നു. ഡോക്ടർ പറയും നമുക്ക് കീമോ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു 15 ദിവസം കഴിയുമ്പോൾ മുടി പോയി തുടങ്ങുന്നത്. അപ്പോൾ കീമോ കഴിഞ്ഞിട്ട് ഡെയിലി പിടിച്ച് നോക്കും, ഇല്ല കുഴപ്പമില്ല, ഒരു 14 ദിവസം വരെ സേഫ്. അപ്പോൾ ഞാൻ ഡോക്ടറിന് തെറ്റ് പറ്റിയതായിരിക്കും, പോകണ്ടാവില്ല, ഇത്രയും ദിവസം പോയില്ല, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് 15ാമത്തെ ദിവസം ഞാൻ എണീക്കുമ്പോൾ പില്ലോയിൽ എൻ്റെ മുടിയുടെ പകുതി പില്ലോയിലിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവണം, കാരണം പുറകുന്നാണ് പോയിരിക്കുന്നത്. വീട്ടിൽ ഈ പറയും ഇത്. അപ്പോൾ എനിക്കൊരു കുട്ടിയോ ആരോ ഇതാണ്. അപ്പോൾ ശരിക്കും എന്താണ് നമ്മൾ ഈ വിഗ്ഗൊക്കെ വെച്ചിട്ട് താഴെ പോവില്ലേ, ആ ഒരു ഇത് പകുതി പോയി. പിന്നെ കുളിച്ച് തോർത്തുന്ന സമയത്ത് പോയി എനിക്കൊണ്ട് എൻ്റെ മുടി മുറി മൊത്തം ഇങ്ങനെ മുടിച്ചുരുളകളായിരുന്നു. ഇങ്ങനെ പോയി ഈ കഷ്ണം ഒന്നും ചെയ്യണ്ട, നിനക്കറിയാലോ, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ വരും. അങ്ങനെ വന്ന് ഒരുമാതിരി അങ്ങിങ്ങ് മാത്രമായി. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു കോലാണ്. എന്ന് വെച്ചാൽ ഫുൾ നമ്മളിങ്ങനെ മുട്ടയാവത്തുമില്ല, അവിടെ ഇവിടെയൊക്കെ മുടികളും ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് മുടി മാത്രം വെച്ചാൽ കുഴപ്പമില്ല, നമ്മുടെ ഐബ്രോസ്, ഐ ലാഷസ് അങ്ങനെ അതായത് ഇങ്ങനെ ഗ്രോത്ത് ഉള്ളതൊന്നും നമ്മുടെ ഇതിനകത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു വല്ലാത്ത ഒരു ഇതിലാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കാരണം നമ്മുടെ തലയിൽ ഇങ്ങനെ ഫോളിക്കിൾസ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിന് വരും. അപ്പോൾ ഞാനത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഷേവ് ചെയ്തു. എനിക്ക് തോന്നുന്നു ക്യാൻസർ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ തകർന്നു പോണ ഒരു സിറ്റുവേഷൻ അതാണ്. ഇങ്ങനെ ഷേവ് ചെയ്യാനായിട്ട് ഞാൻ പോയിട്ടൊരു പാർലറിൽ പോയിരുന്നു. ആ ഒരു ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആൾക്കാരിങ്ങനെ നമ്മളെ കാണും, പറയും എന്തോ അസുഖമാണെന്നറിയാം, അറിയുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ ആരും ഇല്ലാണ്ടിരിക്കാൻ രാവിലെ 6 മണിക്ക് പോയിട്ടാണ് ഇത് ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് 6 മണിക്കോടെ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ആദ്യത്തെ 2 ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ മുട്ടയടിച്ച് കാണുന്നത്, കുഞ്ഞിലേക്ക് അടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഔട്ട് ബസ്റ്റ് ആയ ഒരു ഇൻസിഡൻറ്റ് അതാണ്. അതിന് ശേഷം പക്ഷേ ഞാനൊരു 4 പ്രാവശ്യം പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഷേവ് ചെയ്തു. കാരണം നമുക്കതൊരു പിന്നെ എനിക്കതൊരു സുഖം. കാരണം മുടി തോർത്തണ്ട, ഉണക്കണ്ട. അങ്ങനെ എനിക്കൊരു ബാംഗ്ലൂരുള്ള സമയത്ത് പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ അത് കാണുന്നത് ഭയങ്കര വിഷമം. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ കുഴപ്പമില്ല. നാട്ടിലോട്ടൊക്കെ വരുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറേ പേര് അതങ്ങ് ഇപ്പോഴും ഉണ്ട് ആൾക്കാർ ഇതിങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനോ നമ്മളെ മുട്ട അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലതാണ് എന്നൊന്നും പറയുന്ന ആരെയും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ഞാൻ പിന്നെ അത് വളർത്താൻ തുടങ്ങിയെന്ന് പറയാം. ഇപ്പൊ ഈ പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചേക്കുന്നുണ്ട്. അപ്പൊ മുട്ട അടിച്ചിട്ട് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അവരുടെ അമ്മയും ഹസ്ബൻഡിന്റെ അമ്മയും ക്യാൻസർ സർവൈവറാണ്. അപ്പൊ അവർക്ക് മുടിയില്ല. ആ കുട്ടി കല്യാണത്തിന് എന്താണ് മുട്ട അടിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് ഐക്യപ്പെടുക എന്ന് പറയുന്ന പല രീതിയിലാണ് മനുഷ്യന്മാരോട്. ഞാൻ മുട്ട അടിച്ച ആളാണ്. അതൊക്കെ അത് ഈ
ചുമ്മാ വീട്ടിൽ സമ്മതിക്കില്ല മുട്ടയടിക്കാൻ. അപ്പൊ ഞാൻ ചുമ്മാ പളനി പോയിട്ട് മുട്ടയടിച്ചാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തന്നത് വിശ്വാസമല്ല, വീട്ടിൽ അതേ സമ്മതിക്കുള്ളായിരുന്നു. അപ്പൊ അന്ന് ഈ ചേച്ചി പറഞ്ഞ കുറച്ച് ഇതുണ്ടായിരുന്നു, സുഖങ്ങളുണ്ടായിരുന്നു. കുളിച്ചു കഴിഞ്ഞാൽ സുഖമാണ്. ആ ഒരു നമ്മള് എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലല്ല, നമ്മൾ ഈ മനുഷ്യന്മാരുടെ ഒരു ബ്യൂട്ടി കോൺഷ്യസിന്റെ ഒരു വേറൊരു പാർട്ടാണ്. മനസ്സിലായോ ചേച്ചി? അത് പറയുമ്പോൾ കാരണം അസുഖം വരുമ്പോഴൊക്കെ എല്ലാവർക്കും അയ്യോ മുടി, വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ചോദിക്കും നിന്റെ മുടി പോയോ, നിന്റെ സൗന്ദര്യം പോയോ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, നീ എന്താ വണ്ണം വെച്ചിരിക്കുന്നേ, നീ എന്താ മെലിഞ്ഞിരിക്കുന്നേ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ഒരു അളവുകോലല്ലേ നമ്മൾ. ബോഡി ഷേമിങ് ഭയങ്കര. അതെനിക്ക് തോന്നുന്നു ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. അവർക്കറിയില്ല. അവരെ വിചാരം ക്യാൻസർ വന്നാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പറയുകയും ചെയ്യും. അവിടെ ഒരാൾക്ക് ക്യാൻസർ വന്നിട്ട് ആളാകെ ക്ഷീണിച്ച് എല്ലും തോലും ആയല്ലോ, ഇയാളെന്തെങ്ങനെ സിമ്പതി കിട്ടാനാണോ, ശരിക്കും ക്യാൻസർ ഉണ്ടോ എന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കില്ല. മരുന്നുകൾ പലതരം ഉണ്ട്, അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ആരും ബോധേടല്ല. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും ബോഡി ഷേമിങ് ഒക്കെ എനിക്കുള്ളൂ. അതന്നെ. ഇപ്പം മക്കള് 2 പേരുണ്ടെന്ന് പറയുന്നു, അവരെങ്ങനെയാണ് ചേച്ചിയോട്? ഇപ്പം അമ്മ ഫുൾ ടൈം ഒരു കാലത്ത് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയും പിന്നീട് ഇപ്പം ചേച്ചീനെ നോക്കുന്നത് മക്കളാണോ, എങ്ങനെയാണ്? ഇല്ല, അതുങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ മക്കളെ പോലെ ഒന്നുമല്ല, ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സാണ്. അവരിങ്ങനെ എന്താ പറയുന്നത്, അമ്മയായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല, ഫ്രണ്ട്സ്, വാടാ പോടാ ബന്ധം. ഞാനൊന്നും അമ്മയാവാൻ ശ്രമിച്ചാലേ അതുങ്ങൾ സമ്മതിച്ചു തരൂല, കാരണം നമുക്ക് ആ ഒരു റോളിലേക്ക് എത്തിയിട്ടില്ല. അവര് ജസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ കൂടെ അങ്ങ് ഇതായതാണ്. അങ്ങനെ വലിയ ഡിഫറൻസ് ഇല്ല, കാരണം കുട്ടികൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അവരെ കാര്യങ്ങൾ നോക്കി പിന്നെ ഞാനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യണത്. ഇപ്പോഴും അതൊക്കെ പോലെ തന്നെ അവരെന്നെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നല്ല. ഇപ്പം ഹസ്ബൻഡ് വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ടൊക്കെ കൂടെ തന്നെ കുടുംബത്തിന്റെ കൂടെയാണ് ഫുൾ ടൈം നിൽക്കുന്നത്. ഇപ്പം ചേച്ചി തന്നെ പറയുന്നുണ്ട് 4th സ്റ്റേജ് പാലിയേറ്റീവിന്റെ ഒരു ഇതാണെന്ന്. അപ്പം ആക്ച്വലി എനിക്ക് പോലും ചേച്ചി ഒരു ഗിഫ്റ്റ് തന്നിട്ട് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ സത്യം പറഞ്ഞ എല്ലാ ഇന്റർവ്യൂവിലും പെട്ടെന്ന് കണ്ണ് നിറയുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ചേച്ചിയുടെ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര, ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞായിരുന്നു ഞാൻ കരയില്ല, എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ കരയില്ല എന്ന് തീരുമാനിച്ചിരുന്നു. കാരണം ഇപ്പൊ പറയുമ്പോൾ വരുന്നുണ്ട് വിഷമമൊക്കെ. ഇല്ല, നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം ദേ പോയി ഒരാളെന്നോട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ കരയില്ല, ഞാൻ കരയില്ല. ഞാൻ ഭയങ്കര പിടിച്ചു വെച്ച ആളായിരുന്നു. എനിക്കറിയണ ശരണ്യ എന്ത് ബോൾഡാ. പിന്നെ തോറ്റു ഞാൻ തോറ്റു ചേച്ചിയുടെ മുന്നിൽ ഞാൻ തോറ്റു. പക്ഷെ ഞാൻ ചേച്ചിയോട് വലിയൊരു കാര്യം ഞാൻ ചെയ്തു തരുന്നുണ്ട്. എൻ്റെ അടുത്ത ഇന്റർവ്യൂ അത് ഗസ്റ്റ് ആരും ആയിക്കോട്ടെ, ചേച്ചിയായിരിക്കും എൻ്റെ ആങ്കർ. അപ്പൊ നീ ചാനൽ പൂട്ടാൻ തീരുമാനിച്ചോ? ചേച്ചിയുടെ ചിരിയൊക്കെ മുന്നേ ചിരി വന്നത് അതെന്താ പോലെ അങ്ങനെ അവർക്ക് തന്നെ കറക്റ്റ് അറിയാലോ. ഇല്ല, എന്താണെങ്കിലും ഇപ്പം നെക്സ്റ്റ് ഒരു ഇന്റർവ്യൂ എനിക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താണെങ്കിലും ചേച്ചി എൻ്റെ ആങ്കറാണ്. അപ്പം ചേച്ചി ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് ചെയ്തു തരണം. എനിക്കെന്തോ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചപ്പം ഭയങ്കരമായിട്ടും ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങനെയല്ല ഒരാൾക്ക് അവസരമല്ല, ഇത് ചാൻസും ഒന്നുമല്ല. ചേച്ചിയുടെ ഇഷ്ടം അത് 4 ആൾ കാണണ്ടേ, അതെനിക്ക് ഭയങ്കര ആഗ്രഹം. അത് എൻ്റെ ചാനലിലൂടെ ആവട്ടെ. അപ്പം ചേച്ചിയുടെ ജീവിതത്തിൽ എന്താ പറയുക, ഇപ്പോഴിരിക്കുന്ന ചിരി അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ പെയിൻ വരുമ്പോൾ എന്താ പറയുക, ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ചുമ്മാ ഓർക്ക് ചിരിക്കാനൊക്കെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അത് ഞങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. അപ്പോൾ വിളിക്കുക, സന്തോഷമായിട്ടിരിക്കുക, മക്കളോട് ചോദിച്ചെന്ന് പറയുക. ഒരാൾ ഇവിടെ ഉണ്ട്, മറ്റാളോടും ചോദിച്ചെന്ന് പറയുക. ചിരി പ്രകാശമൊക്കെ ഇങ്ങനെ അങ്ങ് പരത്തിക്കൊണ്ടിരിക്കട്ടെ. താങ്ക് യു ചേച്ചി.